ഒരു കൂട്ടം അഹങ്കാരികൾ വാഴുന്ന മെഡിക്കൽ കോളേജ്, രോഗികളെ വെറുപ്പോടെ കാണുന്ന കുറെ ജീവനക്കാർ, AC റൂമിലിരുന്ന് വിലയിരുത്തുന്ന ഏമാന്മാർക്ക് സാധാരണക്കാരന്റെ ദുരിതമറിയാൻ താല്പര്യമില്ല. സാധാരണക്കാരനും പാവപ്പെട്ടവരും സർക്കാർ ആശുപത്രിയെ സമീപിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ദുരവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാനോ പ്രതികരിക്കാനോ ഒരാൾക്കും സമയമില്ല. ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ 1 എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മന്ത്രിമാരും പരിവാരങ്ങളും എന്തടിസ്ഥാനത്തിലാണ് നമ്പർ 1 എന്ന് പറയുന്നതെന്ന് ജനങ്ങൾ പരിശോധിക്കും. മികച്ച കെട്ടിടവും വർണ്ണങ്ങൾ നിറഞ്ഞ ചുമരുമുണ്ടെങ്കിൽ ആരോഗ്യ മേഖല മുമ്പിലാണെന്നാണോ പറഞ്ഞു വരുന്നത്? എങ്കിൽ നിങ്ങളോടുള്ള ചോദ്യം ആദ്യം തന്നെ ചോദിക്കട്ടെ. ഓരോ ദിവസവും ആശുപത്രികളിലെ, അതും സർക്കാർ ആശുപത്രികളിലോ സ്വകാര്യ ആശുപത്രികളിലോ ആവട്ടെ, രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നു. രോഗികളുടെ എണ്ണത്തിലുള്ള വർധനവ് എന്തുകൊണ്ട്? ഏത് ചോദ്യങ്ങൾക്കും മുട്ടാപ്പോക്ക് ന്യായങ്ങൾ നിങ്ങളുടെ ഭാഗത്തു ഉണ്ടാവണമല്ലോ. അതാണ് രാഷ്ട്രീയം. തെറ്റ് സംഭവിച്ചാൽ പോലും അംഗീകരിക്കാൻ തയ്യാറാവാതെ ആ തെറ്റിനെ നിങ്ങൾ ശരിയിലേക്ക് മാറ്റും. ദിനം പ്രതി ആശുപത്രികളിൽ രോഗികൾ വർദ്ധിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന മായം ചേർത്ത ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നു തന്നെയാണെന്ന് പറഞ്ഞാൽ നിരസിക്കാനാവുമോ? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മായം. ഒരു മീൻ വാങ്ങിയാൽ, പച്ചക്കറി വാങ്ങിയാൽ അതെല്ലാം വിഷം കുത്തി നിറച്ചാണ് വിൽപ്പനയ്ക്ക് എത്തുന്നത്. അതിൽ നിന്നെല്ലാം രക്ഷ നേടാനായി പഴവർഗ്ഗങ്ങൾ കഴിക്കാമെന്ന് വെച്ചാൽ ഈച്ച പോലും അടുക്കാത്ത തരത്തിൽ വിഷത്തിൽ മുക്കിയ പഴവർഗ്ഗങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. കടയിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന ആപ്പിളോ ഓറഞ്ചോ മാസങ്ങൾ ഇരുന്നാൽ പോലും ചീഞ്ഞു പോകില്ല, ചിലപ്പോൾ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു തട്ടുകടയിൽ നിന്നും ഒരു ചായ കുടിക്കാമെന്ന് കരുതിയാൽ അവിടെ ഉപയോഗിക്കുന്ന പാലിലും ചായപ്പൊടിയിലും മായം. എണ്ണപ്പലഹാരങ്ങൾ കഴിക്കാമെന്ന് വെച്ചാൽ മാസങ്ങളോളം ഉപയോഗിച്ച എണ്ണയിൽ തന്നെ വറുത്തെടുത്തവ നമുക്ക് തരും. സർവത്ര മായം. ക്യാൻസറും ഹൃദ്രോഗവും ഉദര സംബന്ധ രോഗങ്ങളും നമുക്കുണ്ടാവാൻ കാരണം ഭക്ഷണ പദാർത്ഥങ്ങളിലെ മായം കൊണ്ട് തന്നെയാണ്. ആശുപത്രികൾ രോഗികൾ നിറയാൻ കാരണം ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥ തന്നെയാണ്. ആദ്യം പൊതുജനങ്ങൾക്ക് നല്ല ജീവിത സാഹചര്യം മികച്ചതാക്കാൻ ശ്രമിക്കുക, എന്നിട്ടാവാം സ്വയം പൊക്കലും വീരവാദങ്ങളും ഒക്കെ. ഗതാഗത സൗകര്യങ്ങളും പാർപ്പിടവും തൊഴിലും മാത്രമല്ല, മായം കലർത്താത്ത വിഷം കുത്തി നിറച്ച ഭക്ഷണം ജനങ്ങളെ തീറ്റിച്ച് ലാഭമുണ്ടാക്കുന്ന മുതലാളിമാരെ നിലയ്ക്ക് നിർത്താൻ നടപടിയെടുക്കാൻ സാധിക്കണം. സർക്കാർ ആശുപത്രികളിലെത്തുന്ന പാവപ്പെട്ടവന്റെ നികുതി പണം തന്നെയാണ് താനും ഓരോ മാസവും കൈനീട്ടി വാങ്ങുന്നതെന്ന ഓർമ്മ അവിടെയുള്ള ജീവനക്കാർക്കും വേണം. ആശുപത്രി വരാന്തയിൽ ജീവന് വേണ്ടി കേണപേക്ഷിച്ച കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ മരണത്തിന് ഉത്തരവാദികൾ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരും അധികൃതരുമാണെന്നതിൽ ഒരു സംശയവും വേണ്ട. ജീവിക്കാൻ ആഗ്രഹിച്ച കുടുംബത്തിന്റെ അത്താണിയായ വേണുവിനെ കൊലയ്ക്ക് കൊടുത്തപ്പോൾ അതിനെ മറച്ചു വെക്കാൻ 100 കാരണം കണ്ടെത്തുന്നവരാണ് നിങ്ങളെന്നറിയാം. ഇതുപോലെ ജീവിക്കാൻ ആഗ്രഹിച്ച് ചികിത്സ തേടുന്ന എത്രയോ പാവപ്പെട്ടവരെ നിങ്ങൾക്കറിയാം. അതിൽ ഒരാൾ മാത്രം, ഒരുപാട് രോഗികൾക്കിടയിൽ ഒരാൾ മാത്രം. എന്നാൽ വേണുവിന്റെ കുടുംബത്തിന് അങ്ങനെയല്ല. അവർക്ക് ഒരു വേണു മാത്രമേ ഉള്ളൂ. മരണപ്പെട്ട വേണുവിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നപ്പോഴാണ് മെഡിക്കൽ കോളേജിലെ രോഗികൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ചെറിയ ഭാഗം മാത്രം പുറത്തറിയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തില് സമൂല അഴിമതി കൊണ്ട് ആറാടിയിരിക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നില്ലയോ, അത് വാസ്തവം തന്നെ. അത് മനസ്സിലായില്ലയോ? കണ്ണൂര് ഒരു ഹോസ്പിറ്റലിനകത്ത് കയറി ഒരു ഡോക്ടറെയും 12 സിസ്റ്ററേയും കയറി കൈകാര്യം ചെയ്തില്ലേ ഒരു പിതാവ്. അതൊക്കെ അവനവന്റെ മാനസിക ധർമ്മത്തിനനുസരിച്ച് ചെയ്തു പോകുന്നത്. അത് കറക്റ്റാ. അത് കാരണം ആ രീതിയിൽ തിരുവനന്തപുരത്തോട് ചെയ്ത് വെക്കേണ്ടതായിട്ട് കൂടി കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കുക. ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷരം ശബ്ദിക്കത്തില്ല. ഒരക്ഷരം അവര് മറുപടി പറയത്തില്ല.
നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മളൊരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാൽ നായ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവർ നോക്കാൻ ശ്രമിക്കത്തില്ല, ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല, ഒരു മറുപടി പിന്നീടാകട്ടെ പറയത്ത് പോലും ഇല്ല. ഇവിടെ കൈക്കൂലിയുടെ ഏറ്റവും വലിയ ബഹളം. ഞാൻ ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മനസ്സിലായില്ലയോ? എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്ന വെള്ളിയാഴ്ച വൈകിട്ട്, ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ, ഇന്ന് ബുധൻ, ഇന്ന് 6 ദിവസം തികയും എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് വിളിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നും പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യൻ്റ് അൻവർ ഞാൻ ഇന്ന് 5ാമത്തെ ദിവസം ഇവർ എൻ്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അൻവർ സാദ്. സംശയം ചോദിച്ചാൽ ഒന്നും കേൾക്കാതെ നടന്നു പോകുന്ന ജീവനക്കാർ, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാനുള്ള വഴി ചോദിച്ചാൽ മറുപടി കിട്ടില്ല. അതുപോലെ തന്നെയാണ് ഗുണ്ടകളെ പോലെ പെരുമാറുന്ന സെക്യൂരിറ്റി ജീവനക്കാർ. ജീവനക്കാരുടെ മാനുഷിക പരിഗണനയില്ലാത്ത പെരുമാറ്റമാണ് ഓരോ രോഗിയും ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഏറ്റവും വലിയ ദുരവസ്ഥ. അഹങ്കാരികളായ ഇത്തരം ജീവനക്കാരെ നിയന്ത്രിക്കാൻ യാതൊരു സംവിധാനവും നിലവിലില്ല. അവരെ നിയന്ത്രിക്കാൻ ചെന്നാൽ വിവരമറിയും, യൂണിയൻകാരെത്തും, ചോദ്യം ചെയ്തവനെ കൈകാര്യം ചെയ്തുവിടും. അഹങ്കാരികളായ ജീവനക്കാരെ സ്നേഹസമ്പന്നരാക്കാൻ ഒരു മാർഗമേ ഉള്ളൂ, കൈക്കൂലി. അത് കിട്ടിയാൽ ഇത്രയും സ്നേഹം ഉള്ളിൽ ഒളിപ്പിച്ചവരാണോ ഇവരെന്ന് തോന്നിപ്പോവും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്ന അഴിമതിയും അനാസ്ഥയും അറിയാത്തവരാണോ തലപ്പത്തിരിക്കുന്നത്? അവർക്ക് എല്ലാം അറിയാം. എന്നാൽ ഇവിടെ ഇങ്ങനെയൊക്കെ മതി. സൗജന്യ ചികിത്സയല്ലേ, ഇത് മതി. ഏമാന്മാരുടെ ഔദാര്യത്തിലാണ് രോഗികൾ ചികിത്സ നേടുന്നത്. കിട്ടുന്നത് വാങ്ങിപ്പോകുക, കിട്ടുന്ന മരുന്നിൽ തൃപ്തിപ്പെടുക, ജീവൻ നഷ്ടപ്പെട്ടാൽ അത് വിധിയെന്ന് കരുതുക. അശ്രദ്ധ മൂലമോ ചികിത്സാ പിഴവ് മൂലമോ ഒരു രോഗി മരണപ്പെട്ടാൽ പിന്നെ അന്വേഷണമായി, നല്ല നടപ്പായി, ചർച്ചകൾ, ഉന്നതതല യോഗങ്ങൾ, തീരുമാനങ്ങൾ എല്ലാം പൊടിപൂരം. AC റൂമിലിരുന്ന് ഏറാൻ മൂളികൾക്കൊപ്പം ഇരുന്ന് സംഭവത്തെ ന്യായീകരിച്ച് നിങ്ങൾ ഇറക്കുന്ന പ്രസ്താവനകൾ ആർക്കും വേണ്ട. പകരം സാധാരണക്കാരൻ രോഗം മൂലം വലഞ്ഞു വരുന്ന OP കൗണ്ടറിന്റെയും അഡ്മിറ്റ് ചെയ്ത ശേഷം അവൻ കിടക്കുന്ന വാർഡുകളിലേക്കും ഇടയ്ക്കൊക്കെ ഒന്ന് എത്തി നോക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അവിടെ രോഗി അനുഭവിക്കുന്ന ദുരിതങ്ങൾ നേരിൽ കണ്ട് നമ്പർ 1ന്റെ മറ്റൊരു മുഖം ഇങ്ങനെയുമാണോ എന്നും മനസ്സിലാക്കണം. ഒരു ബെഡിൽ തന്നെ വ്യത്യസ്ത രോഗമുള്ളവർ കിടക്കുന്നു. തറയിൽ പായ വിരിച്ചു കിടക്കുന്ന അനേകം രോഗികൾ, പാറ്റയും എലിയും മനുഷ്യനെ എടുത്തു കൊണ്ടുപോകാൻ മാത്രം കഴിവുള്ള കൊതുകുകളും. അതിനും പുറമെയാണ് രോഗികളോട് ഒട്ടും മര്യാദ കാണിക്കാത്ത തമ്പുരാക്കന്മാരായ ജീവനക്കാരും. വാർത്തകൾ എന്നും വരാറുണ്ട്. രോഗികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഏമാന്മാർ കാണാറുമുണ്ട്. എന്നാൽ ഞങ്ങൾ നന്നാവില്ല, നന്നാവാൻ തയ്യാറല്ല. മതിയായ ചികിത്സ കിട്ടാതെ ഒരാൾ മരണമടഞ്ഞാൽ നമുക്കെന്താ? ഇങ്ങനെ എത്ര പേർ മരണപ്പെടുന്നു, ഞങ്ങളുടെ ആരുമല്ലല്ലോ. ആശുപത്രി ജീവനക്കാരും തലപ്പത്ത് ഒന്നും അറിയാത്ത പോലെ നടക്കുന്നവർക്കും രോഗികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ട് മനസ്സലിവുണ്ടാകില്ല. കരിങ്കല്ലിൽ തീർത്ത ഹൃദയമുള്ളവരാണ് ഇത്തരം ചില ജീവനക്കാർ. നായയെ നോക്കുന്ന കണ്ണുകൊണ്ടുപോലും നോക്കുന്നില്ലെന്ന മരണപ്പെട്ട വേണുവിന്റെ ശബ്ദ സന്ദേശം നടുക്കുന്നതും വേദനാജനകവുമാണ്. തന്റെ മരണത്തിന് ഉത്തരവാദികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയാണെന്നും വേണു പറഞ്ഞിരുന്നു. ഓട്ടോ ഡ്രൈവറായ വേണുവിന് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. അസിഡിറ്റി ആണെന്ന് കരുതി. എന്നാൽ കുറയാതെ വന്നപ്പോൾ ചവറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. ECGയിലുണ്ടായ വ്യത്യാസത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റപ്പെട്ടു. വേണുവിനെ ആംബുലൻസിൽ വളരെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ആംബുലൻസിൽ എത്തിച്ച രോഗിയെയാണ് 5 ദിവസം വരെ ചികിത്സ നൽകാതെ, അതും ആൻജിയോഗ്രാം നൽകാതെ അവഗണിച്ചത്. വരുന്നവരോടും പോകുന്നവരോടും കേടപേക്ഷിച്ചിട്ടും ആരും കണ്ട ഭാവം നടിച്ചില്ല. വേണുവിന്റെ അന്ത്യ സന്ദേശം കേട്ടാൽ അറിയാം അനുഭവിച്ച വേദന.
ഒരു കുടുംബത്തെ അനാഥമാക്കിയപ്പോൾ തൃപ്തി അടയുന്ന ജീവനക്കാർക്കും തലപ്പത്തുള്ള ഏമാന്മാർക്കും സമാധാനമായി. ഒരു മരണം കൂടി സംഭവിച്ചതോടെ നല്ല നടപ്പിനായി ചില പരിഷ്കാരങ്ങൾ നടക്കും. വീണ്ടും പഴയപടി കൈക്കൂലി, അവഗണന, അഹങ്കാരം ഇതൊന്നും നിയന്ത്രിക്കാനോ തുടച്ചു നീക്കാനോ മാറി മാറി വരുന്ന ഒരു സർക്കാരിനുമാകില്ല. രോഗികളുടെ രക്തം കുടിച്ച് വളരുന്ന കണ്ണിൽ ചോരയില്ലാത്തവന്മാർ തങ്ങളുടെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും. നേതാക്കന്മാർ AC റൂമിലിരുന്ന് ന്യായീകരണ തൊഴിൽ തുടർന്നുകൊണ്ടേയിരിക്കും. എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് KR.